ആവർത്തന പുസ്തകം അധ്യായം 4 വാക്യം 31. നിന്റെ ദൈവമായ യഹോവ കരുണയുള്ള ദൈവമല്ലോ, അവൻ നിന്നെ ഉപേക്ഷിക്കയില്ല, നശിപ്പിക്കയില്ല, നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്തിട്ടുള്ള തൻ്റെ നിയമം മറക്കയുമില്ല. എത്ര മനോഹരവും ആശ്വാസദായകവും ശക്തവുമായ വാഗ്ദത്തമാണിത്. ദൈവം ഉപേക്ഷിക്കയില്ല എന്നും നശിപ്പിക്കയില്ല എന്നും വാഗ്ദത്തം ചെയ്യുമ്പോൾ അത് ഉറപ്പായും വിശ്വസിക്കണം. ജീവിതത്തിൽ എല്ലാം കൈവിട്ടു പോകുന്നെന്ന് തോന്നുമ്പോഴും ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വാഗ്ദത്തം നമ്മുടെ സമ്പത്താണ്. ദൈവത്തെ ഭയപ്പെടണമെന്ന് ബൈബിൾ പഠിപ്പിക്കുമ്പോൾ ദൈവം പേടിപ്പിക്കുന്ന ഒരുവനാണെന്ന് തെറ്റിദ്ധരിക്കരുത്. ഈ വാക്യത്തിൽ കാണുന്നത് പോലെ അവിടുന്ന് കരുണയുള്ള ദൈവമത്രേ. ദൈവം സ്നേഹമാകുന്നു എന്ന് ബൈബിൾ വ്യക്തമാക്കുന്നു. അപ്പോൾ തന്നെ ഒരു പിതാവ് എങ്ങനെയാണോ തൻ്റെ മക്കളെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നത്, അതുപോലെ ദൈവം താൻ സ്നേഹിക്കുന്നതിനാൽ നീതിയോടെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. ഇവിടെ ഇസ്രായേൽ ജനത്തിന് മോശയിലൂടെ അവരുടെ ഭാവി കാലത്തേക്ക് നൽകുന്ന വാഗ്ദത്തമാണ് കാണുന്നത്. പിതാക്കന്മാരോടുള്ള ഉടമ്പടിയെ അവിടുന്ന് മറന്നു കളയുകയില്ല എന്ന് കൂടെ വാഗ്ദത്തം ചെയ്യുന്നു. ദൈവവും മരിച്ചുപോയ പിതാക്കന്മാരും തമ്മിൽ അവർ ജീവിച്ചിരുന്നപ്പോൾ ചെയ്ത ഉടമ്പടിയെ അവരുടെ കാലശേഷവും മക്കളോട് മറന്നു കളയാതെ നിവർത്തിക്കുന്ന ദൈവം, നമ്മോട് അവിടുത്തെ ഏകജാതനായ പുത്രൻ മുഖാന്തരം ചെയ്ത ഉടമ്പടിയും ഒരു നാളും മറന്നു കളയുകയില്ല. കൂടാതെ മരിച്ചിട്ടുയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു പിതാവായ ദൈവത്തിൻ്റെ വലഭാഗത്ത് നമുക്കായി നിരന്തരം പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്നു. ആകയാൽ ദൈവം നമ്മെ മറന്നു കളയുകയില്ല എന്ന വാഗ്ദത്തം കൂടുതൽ ഉറപ്പും സ്ഥിരവുമായിരിക്കുന്നു. ദൈവം നമ്മെ നശിപ്പിക്കുകയില്ല എന്നതിൽ എന്നേക്കും സൂക്ഷിക്കുമെന്നുകൂടെ അർത്ഥമുണ്ടല്ലോ. നിത്യത മുഴുവൻ നാം ദൈവത്തിൽ സുരക്ഷിതരായിരിക്കും. നമ്മെ നശിപ്പിക്കാൻ നോക്കുന്ന ശത്രുവായ സാത്താൻ നിരാശപ്പെടുകയേയുള്ളൂ. നമ്മിലെ കുറവുകൾ ക്ഷമിക്കുന്ന ദൈവത്തോട് തെറ്റുകൾ ഏറ്റുപറഞ്ഞ് അവിടുത്തെ കൃപയിൽ ആശ്രയിക്കാം. കരുണയോടെ തൻ്റെ സന്നിധിയിൽ അവിടുന്ന് നമ്മെ എന്നേക്കും വസിക്കുമാറാക്കും. ദൈവത്തിലുള്ള ഈ സുരക്ഷിതത്വത്തിനായി നന്ദി അർപ്പിക്കാം. ദൈവം നമ്മെ ധാരാളം അനുഗ്രഹിക്കട്ടെ.